നമസ്കാരം. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. ഇന്ന് ഈ ആഴ്ചയിൽ പഠിക്കാനുള്ള പരമാവധി വെർബുകളാണ് പറയാൻ പോകുന്നത്. എല്ലാ വെർബുകളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക. വെർബ് 1, വെർബ് 2, വെർബ് 3 ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ വെർബുകൾ നോക്കാം. ബേക്ക് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക, അതുപോലെ പൊരിക്കുക എന്നൊക്കെ പറയും. ബേക്ക്ഡ് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്തു, ബേക്ക്ഡ് പാചകം ചെയ്ത. ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നർത്ഥം. കുളിക്കുക എന്നുള്ളതിന് ബാത്ത് അവസാനം ഈ ഉള്ളതുണ്ട്, ഈ ഇല്ലാത്ത ബാത്തുണ്ട്, രണ്ടും പറയും. ബാത്ത്ഡ് കുളിച്ചു, കുളിച്ച. ബിയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക, അതുപോലെ വഹിക്കുക, ചുമക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള വഹിക്കുണ്ടല്ലോ, അത് രണ്ടും പറയും. ബോർ എന്നാണ് അതിൻ്റെ വെർബ് 2, വഹിച്ചു. പിന്നെ ബോണിൻ്റെ സ്പെല്ലിങ് നോക്കുക, അവസാനം ഈ ഉണ്ട്, വഹിച്ചു, വഹിച്ച. പിന്നെ ബീറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നർത്ഥം. അതിൻ്റെ വെർബ് 2 ബീറ്റ് എന്ന് തന്നെയാണ്, ബീറ്റ് അടിച്ചു എന്നുള്ള അർത്ഥം. പിന്നെ ബീറ്റൻ അടിച്ച. പിന്നെ ബിക്കം ആവുക, ബിക്കെയിം ആയി, ബിക്കം ആയ. ഇതിൻ്റെ V1 ഉം V3 ഉം ഒരേപോലെയാണ്. ബിഗിൻ തുടങ്ങുക, ബിഗാൻ തുടങ്ങി, ബിഗൺ തുടങ്ങിയ. ബിഹേവ് എന്ന് പറഞ്ഞാൽ പെരുമാറുക, ബിഹേവ്ഡ് പെരുമാറി, പിന്നെ ബിഹേവ്ഡ് പെരുമാറിയ. ഇനി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക. ബ്രോക്ക് പൊട്ടിച്ചു, ബ്രോക്കൺ പൊട്ടിയ. ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു, ബ്രോട്ട് കൊണ്ടുവന്ന. പിന്നെ ബിൽഡ് നിർമ്മിക്കുക, ബിൽറ്റ് നിർമ്മിച്ചു, ബിൽറ്റ് നിർമ്മിച്ച. പിന്നെ ബേൺ എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നർത്ഥം. അതിന് 2 രൂപത്തിലുള്ള വെർബ് 2 വെർബ് 3 ഉണ്ട്. ഒന്ന് ബേൺഡ് എന്നും മറ്റേ ബേൺറ്റ് എന്നും. രണ്ടും V2 ആണ്, രണ്ടും V3 ആണ്. കത്തിച്ചു, കത്തിച്ച. ഇനി ബേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്നർത്ഥം. അതിൻ്റെ വെർബ് 2 ബേഴ്സ്റ്റ് എന്ന് തന്നെയാണ്, വെർബ് 3 ഉം അത് തന്നെയാണ്. പൊട്ടിത്തെറിക്കുക, പൊട്ടിത്തെറിച്ചു, പൊട്ടിത്തെറിച്ച. ഇനി വാങ്ങുക, ബോട്ട് വാങ്ങി, ബോട്ട് വാങ്ങിയ. കോൾ വിളിക്കുക, കോൾഡ് വിളിച്ചു, കോൾഡ് വിളിച്ച. ഇനി ബിലീവിൻ്റെ സ്പെല്ലിംഗ് നോക്കൂ, BELIEVE ആണ്. വിശ്വസിച്ചു എന്നുള്ളതിന് വെർബ് 2 ബിലീവ്ഡ്, V3 ബിലീവ്ഡ് വിശ്വസിച്ച. ഇനി ബിലോങ് എന്ന് പറഞ്ഞാൽ ഉടമയാവുക എന്നൊക്കെ അർത്ഥം. ഉടമയായി എന്നുള്ളതിന് ബിലോങ്ഡ് ഉടമയായ. ഇനി ബെൻഡ് എന്ന് പറഞ്ഞാൽ കുനിയുക, ചെരിക്കുക, വളയുക എന്നൊക്കെ അർത്ഥം. ബെൻറ്റ് അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, V2 ബെൻറ്റാണ്, വളഞ്ഞു, കുനിഞ്ഞു, ചെരിഞ്ഞു. ബെൻറ്റ് V3. പിന്നെ ബെറ്റ് എന്ന് പറഞ്ഞാൽ പന്തയം വെക്കുക എന്നർത്ഥം. ബെറ്റ് 3ഉം ബെറ്റ് തന്നെയാണ്. ബൈറ്റ് കടിക്കുക, കടിച്ചു എന്നുള്ളതിന് ബിറ്റ്. പിന്നെ ബിറ്റൻ കടിച്ച. ഇതൊക്കെ നന്നായി പഠിച്ച് കാണാതെ ബൈഹാർട്ടാക്കി തന്നെ വേണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ബ്ലോ പറഞ്ഞാൽ ഇടിക്കുക, ആഘാതമേൽപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ബ്ലോൺ. ഈ ഹോൺ അടിക്കണതിന്, അതായത് വണ്ടികളുടെ ഒക്കെ ഹോൺ അടിക്കണതിന് ബ്ലോ ഹോൺ എന്ന് പറയും, ബ്ലോ ഹോൺ. ഇനി ബോറോ കടം വാങ്ങുക, ബോറോഡ് കടം വാങ്ങി, ബോറോഡ് കടം വാങ്ങിയ. ഇനി നിങ്ങൾക്കുള്ള ഒരു ടാസ്ക്കാണ്, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ക്യാൻസൽഡ്, ക്യാപ്ചർ, ക്യാപ്ചേർഡ്, കെയർ, കെയർഡ്, ക്യാരീഡ്, ക്യാച്ച്, കോട്ട്, കോസ്ഡ്, ചേഞ്ച്ഡ്, ചേസ്ഡ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നന്നായിട്ട് കാണാതെ പഠിക്കുക, ഉപയോഗപ്പെടുത്തുക. ഈ വാക്കുകളൊക്കെ നമുക്ക് ഭാവിയിൽ ഉദാഹരണങ്ങൾ എഴുതി പഠിക്കാനുള്ളതാണ്. എന്നാൽ ശ്രദ്ധയോടെ കാണാതെ പഠിക്കുക. താങ്ക് യു.